എല്ലാവർക്കും മെക്കാനിക്കൽ വ്ളോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീസൽ വാഹനം നമ്മൾ പാർക്ക് ചെയ്ത് ചെറുതോ വലുതുമായൊരു ഇടവേളയ്ക്ക് ശേഷം വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനം സ്റ്റാർട്ട് ആകാതിരുന്നാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ എന്തെല്ലാം ചെക്ക് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാറ്ററി ഫുള്ള് ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ജംപ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നതിലും ബെറ്റർ ആയ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ടെമ്പററി ആയ ബാറ്ററി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ വാഹനം എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. ഇതിനായി ആദ്യം നമുക്ക് ഇവിടെ ഉള്ള ബാറ്ററി റിമൂവ് ചെയ്ത് ടെമ്പററി ആയിട്ടുള്ള ബാറ്ററി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഉള്ള ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ടെമ്പററി ആയിട്ടുള്ള ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, കറണ്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത്. മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ റൂട്ട് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്യൂൽ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്യൂൽ കുറച്ച് കുറഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ അപ്പ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫ്യൂൽ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം എയർ ഔട്ടും അതുപോലെ തന്നെ ഡീസൽ ബ്ലീഡിങ് കൂടി ചെയ്യാം. ഇതിനായി ആദ്യം ഈ കവർ റിമൂവ് ചെയ്യാം. ഇവിടെ കിക്കർ ലോഡ് ചെയ്ത് കൊടുത്ത് ഡീസൽ ബ്ലീഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കിക്കർ. ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ ഡീസൽ ബ്ലീഡിങ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഈ പൈപ്പ് തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് ലോഡ് ചെയ്ത് കൊടുക്കുക. കിക്കർ പമ്പ് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എൻജിൻ ഓയിൽ കറക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റേഡിയേറ്റർ കൂളൻ്റാണ്. ഇവിടെ കുറച്ച് കുറവായിട്ടാണ് നടക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്. സോ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റേഡിയേറ്റർ ക്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം റേഡിയേറ്റർ റിസർവറിൽ കൂടി ചെക്ക് ചെയ്യാം. ഇതിൽ കുറവുള്ളത് കാരണം കൂളൻ്റ് ഒഴിച്ചു കൊടുക്കാം. സോ റിസർവറിലും കൂളൻ്റ് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് ഇവിടെയും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഇവിടെ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഫ്ലൂയിഡും അതുപോലെ തന്നെ ക്ലച്ച് ഫ്ലൂയിഡിൻ്റെയും ലെവൽ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ആദ്യം ബ്രേക്ക് ഫ്ലൂയിഡാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ലെവലൊന്ന് നോക്കാം. ഇവിടെ മാക്സിമത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്ലച്ച് ഫ്ലൂയിഡാണ്. ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ലെവൽ എത്രയാണെന്നത്. ഇവിടെയും മാക്സിമത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് പോകാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി കീ 2 പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്യാം. ഇവിടെ 2 പ്രാവശ്യം ഹീറ്റർ പ്ലഗ് വർക്കാവുന്നതിലൂടെ സ്റ്റാർട്ടിങ് ഇവിടെ എളുപ്പമായി കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ കാർ സ്റ്റാർട്ടായിട്ടുണ്ട്. So thank you for watching, and if you have liked the video, please press the like button, and if you don't want to miss the coming videos, please subscribe to my channel.